Hello everyone, welcome to High Top Education. I am Nandana. I am dealing with plus 2 NIOS Mathematics. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്തമാറ്റിക്സിന്റെ ഫോർത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള കോർഡിനേറ്റ് ജോമെട്രിയിലെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേ മൊഡ്യൂളിലെ തന്നെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, രണ്ട് ലൈൻസിനെ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് ആക്സസ് കിട്ടും. ഒരു ഹൊറിസോണ്ടൽ ആക്സസും കിട്ടും, ഒരു വെർട്ടിക്കൽ ആക്സസും കിട്ടും. ഈ ഹൊറിസോണ്ടൽ ആക്സസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് ആക്സിസ് എന്നുള്ളത്. വെർട്ടിക്കൽ ആക്സസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. അപ്പൊ ഈ എക്സ് ആക്സസിനും വൈ ആക്സസിനും പാരലൽ ആയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതേപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്നത് നമ്മൾ പാരലൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ലൈനില് ഒരു ആക്സിസില്, അതായത് വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ആയിരിക്കും. പാരലൽ ആയിട്ട് വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരയ്ക്കുന്നത് വെച്ചെങ്കിൽ എക്സ് ഈക്വൽ ടു എ ആയിരിക്കും. എക്സ് ആക്സിസിനാണ് നമ്മൾ പാരലൽ ആയിട്ട് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ വൈ ഈക്വൽ ടു ബി എന്നായിരിക്കും. ഓക്കെ, അതായത് നമ്മളൊരു ഒരു ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്. അതിന് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ എന്നും, എക്സ് ആക്സിസിനാണ് പാരലൽ ആയിട്ട് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു ബിയും ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ, വൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുന്നത് വെച്ചെങ്കിൽ വൈ ഈക്വൽ ടു ഡിയും, എക്സിനാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത് വെച്ചെങ്കിൽ എക്സ് ഈക്വൽ ടു എയും ആയിരിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് പാരലൽ ആയിട്ട് വരയ്ക്കുന്നത്, ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത്. പാരലൽ ആയിട്ടാണ് വരയ്ക്കുന്നത് വെച്ചെങ്കിൽ വൈ ആക്സിസിനാണ് പാരലൽ എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എ, എക്സ് ആക്സിസിനാണ് പാരലൽ എന്നുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു ബി. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിൽ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ വൈ ഈക്വൽ ടു ബി, എക്സ് ആക്സിസിനാണ് പെർപെൻഡിക്കുലർ എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എ. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ നോക്കിക്കേ. Find the equation of the line passing through -2, -3 and parallel to x-axis, parallel to y-axis. നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് parallel to x-axisഉം ഒന്ന് parallel to y-axis അല്ലെ? ഇനി parallel to x-axis ആവുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ വരേണ്ടത്? y ഈക്വൽ ടു b ആണ്. പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിലോ എക്സ് ഈക്വൽ ടു എ ആണ് ഇക്വേഷൻ വരേണ്ടത്. ഇവിടെ ബി എന്ന് പറയുന്നത് ആരാണ്? -3 ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ആരാണ്? -2 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം പാരലൽ ടു എക്സ് ആക്സിസിന്റെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു -3 ആണെന്നും, പാരലൽ ടു വൈ ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു -2 ആണെന്നും നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 5, -3 ആൻഡ് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കണം? എക്സ് ഈക്വൽ ടു എ ആയിരിക്കണം. പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ ചെയ്യണം. പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് ആവണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കണം? വൈ ഈക്വൽ ടു ബി ആയിരിക്കണം. ഇവിടുത്തെ എ എന്താണ്? 5 ആണ്. ബി എന്താണ്? -3 ആണ്. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 5 ആയിരിക്കും. പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് ആകുമ്പോഴോ വൈ ഈക്വൽ ടു -2 ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തേക്ക് പോവാണ്. അതായത് നമ്മൾ ഒരു ലൈനിന്, സ്ട്രെയിറ്റ് ലൈനിന് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് അതിന് 5 സ്റ്റാൻഡേർഡ് ഫോംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ഫോമാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, പിന്നെ പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, പെർപെൻഡിക്കുലർ. ഈ 5 ഫോം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ആദ്യം നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ് പറയുന്നത്. അതായത് നമുക്കൊരു സ്ലോപ്പും അതേപോലെ ഒരു ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സ്ലോപ്പും തന്നിട്ടുണ്ട്, അതേപോലെ വൈ ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. വൈ ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടുത്തെ സ്ലോപ്പ് ആണ് എം, വൈ ഇന്റർസെപ്റ്റ് ആണ് ആര്? സി. അത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആയിരിക്കും. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. നമുക്ക് സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരാണ്? എം ആണ്. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ അത് രണ്ടും തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടുന്ന് നമുക്ക് രണ്ട് ടൈപ്പിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന്, നമുക്ക് സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നിട്ട് എന്ത് ചെയ്യും? നമ്മളോട് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും.
പിന്നെ ഒന്ന് നമുക്ക് ഇക്വേഷൻ തന്നിട്ട് അതൊന്ന് സ്ലോപ്പും ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാനും പറയും. അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് സ്ലോപ്പ് 4 ആൻഡ് y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 0. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സ്ലോപ്പ് 4 എന്നാണെന്നും y ഇന്റർസെപ്റ്റ് 0 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ തന്നത് നമുക്ക് ആദ്യം എഴുതാം. m ഈക്വൽ ടു സ്ലോപ്പ് എന്ന് പറയുന്നത് m ആണ്, അത് എത്രയാണ്? 4 ആണ്. y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് c ആണ്, അത് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു mx പ്ലസ് c ആണ്. m ഇവിടെ എന്താ? 4 ആണ്. അപ്പൊ എന്താണ്? 4x പ്ലസ് c ഇവിടെ എന്താ? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4x എന്ന് കിട്ടി. അതായത് ഇവിടുത്തെ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? y ഈക്വൽ ടു 4x ആണ്. എളുപ്പമാണ് അല്ലെ? അപ്പൊ ഇതേപോലെ സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിറ്റർമൈൻ ദ സ്ലോപ്പ് ആൻഡ് ദ y ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ ഹൂസ് ഇക്വേഷൻ ഈസ് 8x പ്ലസ് 3y ഈക്വൽ ടു 5. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് സ്ലോപ്പും അതേപോലെ y ഇന്റർസെപ്റ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കാം. 8x പ്ലസ് 3y ഈക്വൽ ടു 5 ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഇക്വേഷന് ഈ ഫോർമാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ സ്ലോപ്പ് എന്താ ഇന്റർസെപ്റ്റ് എന്താണ്? ഇല്ല. അപ്പൊ നമുക്ക് എന്താക്കണം? നമ്മുടെ ഫോർമാറ്റ് എഴുതണം. അതായത് y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോർമാറ്റിലാക്കണം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 3y ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് y നെ കണ്ടുപിടിച്ചൂടെ? അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3y നെ ഇവിടെ നിർത്തി 8x പുറത്തോട്ട് കൊണ്ടുവരാം. പ്ലസ് 8x പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് 8x ആയിരിക്കും. ഇനി ആരെയും നമുക്ക് വേണ്ടേ? y നെ മാത്രം മതി. അപ്പൊ 3 നെ കൊണ്ടുപോകുമ്പോൾ എന്താവും? 5/3 മൈനസ് 8/3x. നമ്മുടെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ഫസ്റ്റ് ഉള്ളത്. നമുക്ക് അത് അങ്ങനെ തന്നെ തിരിച്ചെഴുതാം. y ഈക്വൽ ടു മൈനസ് 8/3x പ്ലസ് 5/3. ഇപ്പൊ ഇത് ഏത് ഫോർമാറ്റിലായി? y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോർമാറ്റിലായി. ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? മൈനസ് 8/3യും സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 5/3 ആണ് കിടക്കുന്നത്. അതായത് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരാണ്? m ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 8/3 ആണ്. നമ്മുടെ y ഇന്റർസെപ്റ്റ് c ആണ്, അത് എത്രയാണ്? 5/3 ആണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? അപ്പൊ നമുക്ക് സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനും, ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാനും പഠിച്ചു. ഇനി അടുത്ത ഫോമിലേക്ക് പോവാണ്. അടുത്ത ഫോമാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഇവിടെ എന്തില്ല? ഇവിടെ നമുക്ക് ഇന്റർസെപ്റ്റ് ഇല്ല, പകരം എന്ത് തരും? സ്ലോപ്പും അതേപോലെ തന്നെ നമുക്ക് എന്തും തരും? ഒരു പോയിന്റ് തരും. പോയിന്റ് എപ്പോഴും തരുന്നത് എങ്ങനെയാ? പോയിന്റ് എപ്പോഴും ഏത് ഫോർമാറ്റിലാണ് തരിക? നമുക്ക് x1y1 എന്നുള്ള ഫോർമാറ്റിലാണ് ഒരു പോയിന്റ് തരിക അല്ലെ? അപ്പൊ അങ്ങനെ x1y1 എന്നുള്ള ഫോർമാറ്റിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആയിരിക്കും. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. സെക്കൻഡ് ഇക്വേഷൻ ആണ് എന്താണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ചെയ്തു നോക്കാം. എക്സാമ്പിളിലൂടെ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറ്റർമൈൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2-1 ആൻഡ് ഹാവിംഗ് സ്ലോപ്പ് 2/3. അതായത് ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ് പോയിന്റ്? x1ഉം y1ഉം. അതാണ് നമ്മുടെ 2-1 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഇവിടെ എത്രയാണ്? m ഈക്വൽ ടു 2/3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇക്വേഷൻ കാണാം. നമ്മുടെ ഇക്വേഷൻ എന്താ? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? അപ്പൊ ഇവിടെ y1 എത്രയാണ്? y മൈനസ് 1 ആണ് y1. അതും ഈ മൈനസും കൂടി ആവുമ്പോ എന്താവും? y പ്ലസ് 1 ഈക്വൽ ടു m എത്രയാ? 2/3 ഇൻറ്റു x എത്രയാ? x തന്നെ x1 എത്രയാ? 2x മൈനസ് 2. ഇത് ഉള്ളോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x/3 മൈനസ് 4/3 കിട്ടും. നമുക്ക് y മാത്രം മതി ഇവിടെ. അപ്പൊ പ്ലസ് 1 പത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താവും? മൈനസ് 1 ആവും അല്ലെ? 4/3 മൈനസ് 1. മൈനസ് 4/3 മൈനസ് 1 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 2x/3 മൈനസ് 7/3 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, എമ്മിന്റെ സ്ഥാനത്ത് ആരാണ്? 2/3യും സിയുടെ സ്ഥാനത്ത് നമുക്ക് ആരാ കിട്ടി? മൈനസ് 7/3 കിട്ടി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു പോയിന്റും സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ, സ്ലോപ്പ് നമുക്ക് 2/3 തന്നെയല്ലേ ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ലോപ്പും ഒരു പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, y ഈക്വൽ ടു 2x/3 മൈനസ് 7/3 എന്നുള്ളത്. ഓക്കെ, അപ്പൊ 3 ക്ലിയർ ആയില്ലേ? ഇനി 4-മത്തെയാണ്
ഇനി സോറി, രണ്ടാമത്തെയാണ് നമ്മൾ പറയുന്നത് 2 പോയിന്റ് ഫോം ആണ് വരുന്നത്. അതായത് നമുക്ക് ഇവിടെ എന്തില്ല, സ്ലോപ്പും ഇല്ല ഇന്റർസെപ്റ്റും ഇല്ല. ആര് മാത്രമേ ഉള്ളൂ, 2 പോയിന്റ്സ് തരാണ്. പോയിന്റ്സ് തരുമ്പോ എങ്ങനെ തരാ, x1 y1ഉം അതേപോലെ തന്നെ x2 y2ഉം. അങ്ങനെ 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുള്ള ഇക്വേഷൻ ആണ് y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 പോയിന്റ് ഫോമിലെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രേറ്റ് ലൈനിന്റെ എക്സാമ്പിൾ വെച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്താ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ 3 മൈനസ് 7 ആൻഡ് 2 മൈനസ് 5. നോക്കിയേ, ഇവിടെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. x1 y1 തന്നിട്ടുണ്ട്, അതേപോലെ ആരും തന്നിട്ടുണ്ട്, x2 y2നെയും തന്നിട്ടുണ്ട്. x1 y1 ഇവിടെ എത്രയാണ്, 3 മൈനസ് 7 ആണ്. x2 y2 ഇവിടെ എത്രയാണ്, -2 -5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അപ്പൊ y1 ഇവിടെ ആരാ, y 7 ആണ്, അപ്പൊ -7 ആണ്. അപ്പൊ ആ മൈനസും മൈനസും കൂടി പ്ലസ് ആയി. അപ്പൊ y പ്ലസ് 7 ഈക്വൽ ടു y2 ഇവിടെ എത്രയാ, y2 -5 ആണ്, മൈനസ് y1 എത്രയാണ്, y1 എത്രയാ, y1 -7 ആണ്. ആ -7 ഇവിടെ വരുമ്പോ +7 ഡിവൈഡഡ് ബൈ x2 എത്രയാണ്, -2 മൈനസ് x1 3 ഇൻറ്റു x മൈനസ് x1 3 ആണ്. അങ്ങനെ വരും. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ എന്താവും, y പ്ലസ് 7 ഈക്വൽ ടു -5 പ്ലസ് 7 എന്തായി, 2 ബൈ -2 മൈനസ് 3 എന്തായി, -5 ഇൻറ്റു x മൈനസ് 3. ഫുള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, y പ്ലസ് 7 ഈക്വൽ ടു -2/5 ഇൻറ്റു x എന്താ, -2x/5. ഒരു മൈനസ് ഇവിടെ ഉണ്ട്. 2/5 ഇൻറ്റു 3 വരുമ്പോ എന്താവും, +6/5 ആവും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, +7 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ y ഈക്വൽ ടു -2x/5 പ്ലസ് 6/5 -7 ആവും. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -2x/5 -29/5 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്താ, y ഈക്വൽ ടു -2x/5 -29/5 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പൊ നമ്മള് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നു കഴിഞ്ഞാൽ y ഈക്വൽ ടു mx പ്ലസ് c ആണെന്ന്. പോയിന്റ് സ്ലോപ്പ് ഫോം പറഞ്ഞു. പോയിന്റ് സ്ലോപ്പ് തന്നു കഴിഞ്ഞാൽ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണെന്ന്. ഈ 2 പോയിന്റ്സ് ആണ് തന്നുള്ളത് വെച്ചെങ്കിൽ y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഫോം ആണ് ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ലോപ്പും ഇല്ല പോയിന്റ്സും ഇല്ല. ആര് മാത്രമേ ഉള്ളൂ, 2 ഇന്റർസെപ്റ്റിനെ തരും. എക്സ് ഇന്റർസെപ്റ്റിനെയും തരും, y ഇന്റർസെപ്റ്റിനെയും തരും. അങ്ങനെ എക്സ് ഇന്റർസെപ്റ്റിനെയും y ഇന്റർസെപ്റ്റിനെയും തന്നു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ ആണ് x/a പ്ലസ് y/b ഈക്വൽ ടു 1. ഇവിടെ a എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്, b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും തന്നു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ ആണ് x/a പ്ലസ് y/b ഈക്വൽ ടു 1. ഇക്വേഷൻ എന്നോട് ചെയ്യും. Find the equation of a line which cuts off intercept 5 and -3 on x and y axis respectively. ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സിനെയും വൈനെയും കട്ട് ചെയ്യുന്ന ഇന്റർസെപ്റ്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സിനെ കട്ട് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, എക്സ് ഇന്റർസെപ്റ്റ് ആണ്. എക്സിനെ കട്ട് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, എക്സ് ഇന്റർസെപ്റ്റ് ആണ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക a എന്നാണ്. അത് ഇവിടെ എത്രയാണ്, 5 ആണ്. അതേപോലെ വൈനെ കട്ട് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്, y ഇന്റർസെപ്റ്റ് ആണ്. അതിന് നമ്മൾ p എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് നമ്മൾ എത്രയാണ്, -3 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ, x/a പ്ലസ് y/b ഈക്വൽ ടു 1 അല്ലെ. അപ്പൊ x/a എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് y/b എന്ന് പറയുന്നത് -3 ആണ്, ഈക്വൽ ടു 1. ഇതിനൊന്ന് അറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -3/3x പ്ലസ് 5y ഈക്വൽ ടു ഡിവൈഡഡ് ബൈ -15 ഈക്വൽ ടു 1 ആണ്. ഈ 15 അപ്പുറത്തേക്ക് കൊടുത്താൽ എന്താവും, -3x പ്ലസ് 5y ഈക്വൽ ടു -15 ഇൻറ്റു 15 ആയി അല്ലെ. അപ്പൊ അതിനങ്ങോട്ട് കൊടുത്താൽ -3x പ്ലസ് 5y പ്ലസ് 15 ഈക്വൽ ടു 0. ഇത് വേണമെങ്കിൽ ഫ്രണ്ടത്തെ മൈനസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിന് നെഗറ്റീവുമായി ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 3x മൈനസ് 5y മൈനസ് 15 ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ക്ലിയർ ആയോ?
ഇനി നമ്മൾ അടുത്ത ഫോമാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ മൊത്തം 4 ഫോം പറഞ്ഞു. ഇനി അടുത്ത ഫോം പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അടുത്ത ഫോമാണ്, ലാസ്റ്റ് ഫോമാണ് പെർപെൻഡിക്കുലർ ഫോം. അതിന്റെ വേറൊരു പേരാണ് നോർമൽ ഫോം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിയേ, ഒറിജിനിൽ നിന്ന് ലെങ്ത് ആണ്, ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് വിചാരിക്കാം. ഒറിജിനലിൽ നിന്നും ലെങ്ത് ആണ്, പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് പി എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ലൈൻ ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. അങ്ങനെ ആൽഫയും ഒരു ആംഗിളും ഒരു ലെങ്തും തന്നിട്ട് നമ്മളോട് സ്ട്രേറ്റ് ലൈൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി എന്നാണ്. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി. ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആണ്. പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് എക്സാമ്പിളിലൂടെ ചെയ്തു നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഡിറ്റർമൈൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിത്ത് ആൽഫ ഈക്വൽ ടു 135 ഡിഗ്രി ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി ഈക്വൽ ടു √2 ഫ്രം ദ ഒറിജിൻ. നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ആൽഫ തന്നിട്ടുണ്ട്, 135 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ പി ഈക്വൽ ടു √2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റും. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി. ഓക്കെ, അപ്പൊ ആൽഫ എന്താണ് ഇവിടെ? 130 ആണ്. അപ്പൊ എക്സ് കോസ് 135 ഡിഗ്രി പ്ലസ് വൈ സൈൻ 135 ഡിഗ്രി ഈക്വൽ ടു പി എന്താണ്? √2 ആണ്. കോസ് 135 എത്രയാണ്? -1/√2 ആണ് അല്ലെ. അപ്പൊ -x/√2 പ്ലസ് സൈൻ 135 എത്രയാണ്? 1/√2 ആണ്. അപ്പൊ y/√2 ഈക്വൽ ടു √2 എന്ന് കിട്ടി. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയി കാരണം ആ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -x പ്ലസ് വൈ ഈക്വൽ ടു √2 ഇൻറ്റു √2 എന്ന് കിട്ടി. √2 ഇൻറ്റു √2 എത്രയാണ്? 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? -x പ്ലസ് വൈ 2 നിങ്ങളുടെ കൂടെ -2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി മൈനസ് ഫസ്റ്റ് വരുന്നത് ഒരു രസമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൊത്തത്തിന് നെഗറ്റീവുമായി ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും? നെഗറ്റീവ് ഒക്കെ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ഒക്കെ നെഗറ്റീവ് ആവും. അപ്പൊ -x എന്തായി? പോസിറ്റീവ് x ആയി. പ്ലസ് വൈ എന്തായി? -y ആയി. -2 എന്തായി? +2 ആയി. ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ 5 സ്റ്റാൻഡേർഡ് ഫോംസ് ആണ് പറഞ്ഞത്. ഒന്ന് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, പിന്നെ പോയിന്റ് സ്ലോപ്പ് ഫോം, പിന്നെ 2 പോയിന്റ് ഫോം, പിന്നെ ഇന്റർസെപ്റ്റ് ഫോം, പിന്നെ പെർപെൻഡിക്കുലർ ഫോം. ഇതിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? നമുക്ക് സ്ലോപ്പും തരും, ഇന്റർസെപ്റ്റും തരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് y ഈക്വൽ ടു mx പ്ലസ് c. ഇനി പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് അടുത്തത് വരുന്നത്. അതായത് നമുക്കൊരു പോയിന്റും ഒരു സ്ലോപ്പും തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 2 പോയിന്റ്സ് ആണ് തന്നത് വെച്ചെങ്കിലോ, 2 പോയിന്റ്സ് ആണ്, സ്ലോപ്പും ഇല്ല ഇന്റർസെപ്റ്റും ഇല്ല, അത് മാത്രമാണ് 2 പോയിന്റ്സ് ആണ് തന്നത് വെച്ചെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റുകളാണ് തന്നത് വെച്ചെങ്കിലോ നമ്മൾ ചെയ്യേണ്ടത് x/a പ്ലസ് y/b ഈക്വൽ ടു 1. a എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റ് ആണ്, b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. ഇനി നമുക്കൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആൽഫയാണ് തന്നത് വെച്ചെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഒരു ആംഗിളും ആണ് വെച്ചെങ്കിൽ എക്സ് കോസ് ആൽഫ പ്ലസ് y സൈൻ ആൽഫ ഈക്വൽ ടു പി ആണ്. ഇവിടുത്തെ പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ പറയുന്നത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്തൊക്കെയാണ്? സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. ഏതൊക്കെ പറഞ്ഞു? നമ്മള് പാരലൽ ആയിട്ട് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ട് വരുന്ന സ്ട്രേറ്റ് ലൈനിന്റെ പറഞ്ഞു, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് പറഞ്ഞു, പിന്നെ 5 സ്റ്റാൻഡേർഡ് ഫോംസും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആക്കാം, എങ്ങനെ ഇന്റർസെപ്റ്റ് ഫോം ആക്കാം, എങ്ങനെ പെർപെൻഡിക്കുലർ ഫോം ആക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാവുക? ax പ്ലസ് by പ്ലസ് സി. ഇതാണ് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ നമുക്ക് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആക്കാം എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്താണ്? y ഈക്വൽ ടു mx പ്ലസ് സി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു by ഉണ്ട്. ഈ byയിൽ നിന്നും yക്ക് മാത്രം ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാക്കി എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ആദ്യം എന്ത് ചെയ്യാം, എ എക്സ് പ്ലസ് ബി വൈനെ നിർത്തിയിട്ട് നമുക്ക് പ്ലസ് സീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്തായി, മൈനസ് സി ആയി. ഇനി ബി വൈനെ മാത്രം നിർത്തിയിട്ട് നമുക്ക് എ എക്സിനെയും കൂടി കൊണ്ടുവരാം. അപ്പൊ എന്താവും, മൈനസ് സി മൈനസ് എ എക്സ് ആവും. അതിന് നമുക്ക് എന്താ ചെയ്താൽ മൈനസ് എ എക്സ് മൈനസ് സി എന്ന് എഴുതാം. ഓക്കെ, ബി വൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ആദ്യം വരുന്നത്. ഇനി നമുക്ക് ആരെ വേണം, വൈനെ വേണം. വൈ ഈക്വൽ ടു ബിനെ പ്രതി കൊടുന്ന എന്താവും, ഇൻറ്റു ബിനെ കൊടുന്ന എന്താവും, മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി അല്ലെ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന് നമ്മൾ എന്താക്കിയതാണ് ഇത്, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലാക്കിയതാണ്. ഇവിടുത്തെ സ്ലോപ്പിന്റെ സ്ഥാനത്ത് എമ്മിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, മൈനസ് എ ബൈ ബി എന്നും ഇന്റർസെപ്റ്റ് ആയിട്ടുള്ള സിന്റെ സ്ഥാനത്ത്, വൈ ഇന്റർസെപ്റ്റ് ആയിട്ടുള്ള സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, മൈനസ് സി ബൈ ബി ആണ് കിടക്കുന്നത്. നമുക്കൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്ന് എന്താക്കാൻ പറ്റും, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. നോക്കിയേ, നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയെന്ന് വിചാരിച്ചോ, 8x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് വിചാരിച്ചോ. അപ്പൊ ഇതെന്ന് നമുക്ക് എങ്ങനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കാം, നമുക്ക് ആരെ മാത്രം മതി, 3y മാത്രം മതി. 3y മാത്രം ആക്കാന്ന് വെച്ചാൽ മൈനസ് 5നെ പ്രത്യേകം കൊണ്ടുപോയ എന്തായി, പ്ലസ് 5 ആയി. 8x കൊണ്ടുവന്ന എന്തായി, മൈനസ് 8x ആയി. അപ്പൊ നമുക്ക് ഇതിനൊന്നും കൂടി ഭംഗിയിൽ എഴുതും, മൈനസ് 8x പ്ലസ് 5 ആയി. ഞാനെ മാത്രം മതി, വൈനെ മാത്രം മതി. അപ്പൊ 3നെ കൊണ്ട് ഇൻറ്റു 3നെ പ്രത്യേകം കൊടുത്താൽ എന്തായി, ബൈ 3 മൈനസ് 8/3x പ്ലസ് 5/3. ഇവിടുത്തെ എം ആരാണ്, എമ്മിന്റെ സ്ഥാനത്ത് ആരാണ്, മൈനസ് 8/3 ആണ്. ഇന്റർസെപ്റ്റ് ആയ സിന്റെ സ്ഥാനത്ത് ആരാണ്, 5/3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്, അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ഇത് പറഞ്ഞു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എപ്പോഴും ഏത് ഫോർമാറ്റിലാണെന്നാ പറഞ്ഞത്, എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നാണ്. നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോമിന്റെ ഇക്വേഷൻ എന്താ, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. അതായത് നമുക്ക് ഈക്വൽസിന്റെ അപ്പുറത്ത് ഇവിടെ എന്താണ്, 0 ആണ്. അത് 1 ആക്കണം. അത് 1 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ എ എക്സ് പ്ലസ് ബി വൈനെ മാത്രം നിർത്തിയിട്ട് പ്ലസ് സീനെ പ്രതി കൊടുക്കുന്ന എന്തായി, മൈനസ് സി ആയി. ഈ മൈനസ് സീനെ നമുക്ക് എന്താക്കി മാറ്റണം, 1 ആക്കി മാറ്റണം. 1 ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ മൈനസ് സി ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ മൈനസ് സി ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മൈനസ് സി ഡിവൈഡ് ചെയ്യും വേണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ എക്സ് ബൈ മൈനസ് സി പ്ലസ് ബി വൈ ബൈ മൈനസ് സി ഈക്വൽ ടു മൈനസ് സി ബൈ മൈനസ് സി എത്രയാ, 1 കിട്ടി. ഇനി നോക്കിക്കേ, ഇവിടെ എക്സിനും വൈക്കും കോഎഫിഷ്യൻസ് ഉണ്ടോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടുത്തെ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യൻസിനെ നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരണം. വലിയ ചേഞ്ചസ് ഒന്നും വരില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാം, എക്സ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് വൈ ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. ഇപ്പൊ ഇത് പോയിന്റ്സ് ഓഫ് ഫോമിലായല്ലോ. ഇവിടുത്തെ എ ഇന്റർസെപ്റ്റ് ആണ് ആര്, മൈനസ് സി ബൈ എ. ബി ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റ് ആണ് ആര്, വൈ ഇന്റർസെപ്റ്റ് ആണ് നമ്മുടെ മൈനസ് സി ബൈ ബി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചെയ്യാം. എന്താണ്, നമുക്ക് 3x മൈനസ് 5y മൈനസ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് 3x മൈനസ് 5y മൈനസ് 15 ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ എന്താക്കണം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലാക്കാം. എങ്ങനെയാക്കാം, നമുക്ക് ആദ്യം ആരെ കൊണ്ടുപോവാം, 15 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം അല്ലെ. എന്താവും, 3x മൈനസ് 5y ഈക്വൽ ടു 15. 15നെ കളയണമെങ്കിൽ 1 ആക്കണമെങ്കിൽ എന്താക്കണം, ഫുൾ 15 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്ത് കിട്ടി, 3x ബൈ 15 മൈനസ് 5y ബൈ 15 ഈക്വൽ ടു 15 ബൈ 15 1 കിട്ടി. ഇനി കൊണ്ടുവന്ന് താഴ്ത്തിക്ക് കൊണ്ടുവന്ന എക്സ് ബൈ 15 ബൈ 3 മൈനസ് അല്ല, നമുക്ക് പ്ലസ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് മൈനസ് 5നെ താഴ്ത്തിക്ക് കൊണ്ടുവരാം, y ബൈ 15 ബൈ മൈനസ് 5 ഈക്വൽ ടു 1. അപ്പൊ എന്ത് കിട്ടും, 15 ബൈ 3 അല്ലെ. 15 ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബൈ 5 പ്ലസ് 15 ബൈ മൈനസ് 5 എന്താണ്, y ബൈ മൈനസ് 3 ഈക്വൽ ടു 1. അതായത് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ് 5ഉം വൈ ഇന്റർസെപ്റ്റ് നമ്മൾ എന്താ പറയാ, ബി ഈക്വൽ ടു എന്താണ്, -3 ആണ്.
കിട്ടിയോ? കിട്ടിയോ? അപ്പൊ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ y = mx + c ആക്കാൻ വേണ്ടിയിട്ട് dy-നെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെ. എന്നിട്ട് p നെയും കൊണ്ടുവന്നു. y-നെ മാത്രം നിർത്തി ബാക്കിയുള്ളതിനൊക്കെ കൊണ്ടുവന്നിട്ട് x-ന്റെ കോഎഫിഷ്യന്റിന്റെ m എന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ c ഇന്റർസെപ്റ്റ് ആണെന്നും പറഞ്ഞു. ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കിയത് എങ്ങനെയാണ്? ആദ്യം സീനെ മാത്രം ഇപ്പുറത്തോട്ട് കൊടുന്നു, എന്നിട്ട് ആ ഇപ്പുറത്തോട്ട് കൊടുക്കുന്നത് ഏതാണോ ആ സംഖ്യ വെച്ച് നമ്മൾ വോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്തു, എന്നിട്ട് എക്സിന്റെ വൈന്റെ കോഎഫിഷ്യനെ നേരെ താഴത്തോട്ട് കൊണ്ടുവന്നു. അതാണ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കിയത്. അപ്പൊ നമ്മൾ ഏത് പറഞ്ഞു? ഈ കൺവേർഷൻ ഇൻറ്റു ഇന്റർസെപ്റ്റ് ഫോം പറഞ്ഞു. ഇനി അടുത്തതാണ് കൺവേർഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഫോം. പെർപെൻഡിക്കുലർ ഫോം നമ്മുടെ ഇക്വേഷൻ എന്താ വരാ? എക്സ് പ്ലസ് ബി വൈ പ്ലസ് c = 0 ആണ് വരിക. നമ്മുടെ പെർപെൻഡിക്കുലർ ഫോം എങ്ങനെയാണ്? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ = 0. നമുക്കൊരു 0 അല്ല, സോറി, പി ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് നേരത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. എന്താ കിട്ടിയത്? എക്സ് മൈനസ് വൈ പ്ലസ് 2 = 0 ആണ്. ആ ഒരു ഇക്വേഷൻ എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് പറഞ്ഞിട്ടേക്കാട്ടി നല്ലത് നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്യുന്നതാണ്. എക്സ് മൈനസ് വൈ പ്ലസ് 2 = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഏത് ഫോർമാറ്റിലാക്കണം? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഫോർമാറ്റിലാക്കണം. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്ലസ് 2 ആദ്യം അപ്പുറത്തേക്ക് ഉണ്ടാവും. ഇവിടെ എക്സും വൈയും മാത്രമേ വേണ്ടുള്ളൂ അല്ലെ. അപ്പൊ എക്സ് മൈനസ് വൈ = -2 ആണ് അല്ലെ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ ഇക്വേഷനെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാ? ഈ ഒരു ഇക്വേഷനെ ഫുള്ളായിട്ട് എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റുകളുടെ സ്ക്വയറിന്റെ സമ്മ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് a² + b². അതായത് ഇവിടുത്തെ എയും ബിയും. ഓക്കെ, അതായത് എക്സിന്റെ മുന്നിലുള്ളത് ആരാണ്? ഒന്നുമില്ല അല്ലെ. അതായത് a = 1 ആണ്. വൈയുടെ മുന്നിൽ ആരാളത്? b = -1 ആണ്. അപ്പൊ നമുക്ക് 1 മാത്രമായിട്ട് എടുക്കാം. b = 1 ആണ്. അപ്പൊ a1ഉം b1ഉം ആണ് ഇവിടെ. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? ഒന്നുമില്ല, അതായത് 1 ആണെന്നാണ് അർത്ഥം. ബിയുടെ സ്ഥാനത്ത് ഇവിടെ ഒന്നുമില്ല, അതിന്റെ അർത്ഥം അത് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനെ √a² + b² വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോൾ എങ്ങനെയാവും? എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ √a എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1² + 1² = -2 ഡിവൈഡഡ് ബൈ √1² + 1². 1² എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. അപ്പൊ 1 + 1 2 ആണ് കിട്ടാന്ന് അറിയാം. നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ബൈ √2 = -2 ബൈ √2. ഇതാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് എന്ത് വേണം? എന്താ വേണ്ടേ? അതായത് എക്സ് ബൈ √2 മൈനസ് വൈ ബൈ √2 = -2 ബൈ √2. ഇതാണ് നമുക്ക് കിട്ടുക. ഈ √2ഉം -2ഉം കൂടി ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ എന്താണ്? -√2 ആണ് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ മൈനസിനെ കളയാം. പി ഒരിക്കലും ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോ? ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഫുൾ ഇക്വേഷൻ നെഗറ്റീവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. നെഗറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും? -x ബൈ √2 മൈനസ് എന്താവും? പ്ലസ് ആയി y ബൈ √2 = √2 ആൻസർ കിട്ടി. ഓക്കെ, അപ്പോ ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാണ് ഇപ്പൊ വന്നത്? എയുടെ സ്ഥാനത്ത്, അതായത് എക്സ് കോസ് ആൽഫ. നമുക്ക് എന്താ വേണ്ടത്? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ = p ആണ്. ഇവിടെ പിയുടെ സ്ഥാനത്ത് √2 എന്ന് കിട്ടി. കോസ് ആൽഫയ്ക്ക് ആരാണുള്ളത്? -1 ബൈ √2 ആണുള്ളത്. സൈൻ ആൽഫയ്ക്ക് ആരാണുള്ളത്? 1 ബൈ √2 ആണുള്ളത്. കോസ് ആൽഫ, അപ്പൊ ആൽഫ എത്രയായിരിക്കും? കോസ് ഇൻവേഴ്സ് -1 ബൈ √2 ആയിരിക്കും. അതായത് ആൽഫ = സൈൻ ഇൻവേഴ്സ് എന്തായിരിക്കണം? 1 ബൈ √2 ആയിരിക്കണം. സൈന് പോസിറ്റീവും കോസ് എന്തായിരിക്കണം? നെഗറ്റീവും ആയിരിക്കണം അല്ലെ. അപ്പൊ എന്തായിരിക്കും? ആൽഫ = 135 ഡിഗ്രി ആയിരിക്കും. ആൽഫ എത്രയാണ്? 135 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? നമ്മുടെ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ എന്തായി? എക്സ് കോസ് ആൽഫയുടെ എന്താണ്? 135 ഡിഗ്രി പ്ലസ് y സൈൻ ആൽഫയുടെ ഭാഗത്ത് എന്താണ്? 135 ഡിഗ്രി = p √2. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. മനസ്സിലായോ? അപ്പൊ നമ്മള് 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആക്കാം, എങ്ങനെ ഇന്റർസെപ്റ്റ് ഫോം ആക്കാം, എങ്ങനെ പെർപെൻഡിക്കുലർ ഫോം ആക്കാം എന്നുള്ളത്.
സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷനിലെ വൈനെ മാത്രം കാണുന്ന രീതിക്ക് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, എം ആയിട്ടും ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ ഇന്റർസെപ്റ്റ് ആയിട്ടും സി ആയിട്ടും എടുക്കുക. ഇനി ഇന്റർസെപ്റ്റ് ഫോമിക്കാണെന്ന് വെച്ചെങ്കിൽ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ വരിക. അത് നമുക്ക് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സീനെ മാത്രം ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഏതാണോ ഈക്വലിന്റെ അപ്പുറത്ത് ഏതാണോ സംഖ്യ ഉള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് അവിടെ 1 ആക്കുക. എന്നിട്ട് എക്സിന്റെ വൈന്റെ കോഎഫിഷ്യന്റിനെ താഴെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർസെപ്റ്റ് ഫോം ആക്കാൻ പറ്റും. ഇനി പെർപെൻഡിക്കുലർ ഫോം ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് വാൾ എന്ത് ചെയ്യുക, വാൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് വെച്ചിട്ടാണ്, എക്സിന്റെയും വൈ ഇന്റെയും കോഎഫിഷ്യന്റുകളുടെ സ്ക്വയർ കണ്ടിട്ട് അവരുടെ ആഡ് ചെയ്തിട്ട് അവരുടെ റൂട്ടുമായി, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് എ ആയിരിക്കും, വൈന്റെ കോഎഫിഷ്യന്റ് ബി ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുമായി വാൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഓക്കെ, നെഗറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി വാൾ ഇക്വേഷനെ നെഗറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റിനെ കോസ് ആൽഫ ആയിട്ടും വൈന്റെ കോഎഫിഷ്യന്റിന്റെ സൈൻ ആൽഫ ആയിട്ടും എടുക്കാം. എന്നിട്ട് അതിന് കോസ് ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സും കണ്ട ആൽഫയ്ക്ക് ഒരു വാല്യൂ കിട്ടും. അതേപോലെ പിയും കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഫൈനലി ഇക്വേഷൻ കൊടുക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇതൊക്കെയല്ലേ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്റ്റൻസ് ഓഫ് എ ഗിവൺ പോയിന്റ് ഫ്രം എ ഗിവൺ ലൈൻ. നമുക്കൊരു ലൈനും തന്നിട്ടുണ്ട്, ഒരു പോയിന്റും തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ എങ്ങനെ ഡിസ്റ്റൻസ് കാണാം. ഒരു ലൈന് തരാന്ന് പറഞ്ഞാൽ എന്താ, ലൈനിന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്, ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 2,3 ഫ്രം 3x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. അതായത് ഇവിടുത്തെ ലൈനിന്റെ ഇക്വേഷൻ ആണ് 3x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. അതായത് ax പ്ലസ് 3y പ്ലസ് c ഈക്വൽ ടു 0 ആണ് നമുക്ക് 3x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുള്ളത്. അതായത് a എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്, b എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്, c എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. ഇനി x1ഉം y1ഉം ആണ് നമ്മുടെ 2ഉം 3ഉം. അതായത് x1 എന്ന് പറയുന്നത് 2 ആണ്, y1 എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് d ഈക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് നേരിട്ട് ഇക്വേഷനിൽ വാല്യൂസ് കൊടുത്താൽ മതി. മോഡുലസ് ഓഫ്, ഈ മോഡുലസ് എന്തിനാ, ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് വെച്ചാൽ ഈ മോഡുലസിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് എന്താവണം, പോസിറ്റീവ് വാല്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എ എത്രയാണ്, 3 ആണ്, x1 എത്രയാണ്, 2 ആണ്, പ്ലസ് ബി എത്രയാണ്, ബി എത്രയാണ്, 2 ആണ്, y1 എത്രയാണ്, 3 ആണ്, പ്ലസ് സി എത്രയാണ്, 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, എ സ്ക്വയർ എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ എത്രയാണ്, 9, 3ന്റെ സ്ക്വയർ എത്രയാണ്, 9 പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറയുന്നത് 2 ആണ്, 2ന്റെ സ്ക്വയർ 4. ഓക്കെ, എന്ത് കിട്ടും, മോഡുലസ് ഓഫ് 3 into 6, 3 into 2 6 plus 2 into 3 6 plus 4 divided by root of 9 plus 4 13. ഓക്കെ, അപ്പൊ 6 plus 6 12, 12 plus 4 16. അപ്പൊ മോഡുലസ് ഓഫ് 16 by root 13, റൂട്ട് 13. അതായത് നമുക്ക് എന്ത് കിട്ടും, 16 by root 13 യൂണിറ്റ്സ്. യൂണിറ്റ് ആണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഡിസ്റ്റൻസ് പറയുന്നത്. അപ്പൊ നമുക്കൊരു ലൈനിന്റെ ഇക്വേഷനും, ലൈനിന്റെ ഇക്വേഷൻ ഏത് ഫോർമുല വരാ, എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നാണ് വരാ. അതേപോലെ നമുക്കൊരു പോയിന്റ് തരും 2 3 എന്ന് പറഞ്ഞിട്ട്, പോയിന്റ് തരും x1 y1 എന്നുള്ള ഫോർമാറ്റിൽ അങ്ങനെ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഓഫ് x1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ഗിവൺ ലൈൻ. അതായത് നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈൻ ആണ് L1. ഈ L1ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. ഇനി ഇതിന് പാരലൽ ആയിട്ട് നമ്മൾ വേറൊരു ലൈൻ വരച്ചിട്ട്, ഈ L1ന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് വേറൊരു ലൈൻ വരച്ചിട്ട്, അതാണ് L2. ഈ L2ന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ലൈനിന്റെ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ
എന്തായിരിക്കും എക്സ് പ്ലസ് വി വൈ പ്ലസ് സിക്ക് പകരം കോൺസ്റ്റന്റിന് പകരം വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എക്സ് ബി വൈ ഒക്കെ അതേപോലെ ഉണ്ടായിരിക്കും. സി മാറി എന്തായി അവിടെ വേറൊരു കോൺസ്റ്റന്റ് ആയി, ഇവിടെ ഉള്ള കോൺസ്റ്റന്റ് മാറി വേറൊരു കോൺസ്റ്റന്റ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ താഴെ നോക്കിക്കേ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ സെയിം. എക്സിന്റെ വൈവിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ്സ് ആർ ഡിഫറെന്റ്. തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കണം. അത് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണം. എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് the equation of the stream which passes through the point 1, 2 and which is parallel to the straight line 2x plus 3y plus 6 equal to 0. അതായത് നമുക്കൊരു ലൈന് തന്നിട്ടുണ്ട്, L1 എന്ന് പറഞ്ഞിട്ട് ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് 2x plus 3y plus 6 equal to 0. ഇനി ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഉണ്ട് L2. അതിന്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവർ എക്സ് കോഎഫിഷ്യന്റും വൈ കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ് മാറും, 6 ആവില്ല, പകരം വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് ഞാൻ k എന്ന് കൊടുത്തു. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, 1, 2 എന്ന് തന്നിട്ടുണ്ട്. എന്താണത്? എക്സിന്റെയും വൈന്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് kക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അതായത് 2x plus 3y plus k equal to ആണ് 0. ഇവിടെ x equal to 1 ഉം y equal to 2 ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 2 into 1 plus 3 into 2 plus k equal to 0. 2 into 1 2 plus 3 into 2 6 plus k equal to 0. അതായത് 8 plus k equal to ആണ് 0. അങ്ങനെയാണെങ്കിൽ k equal to എന്തായിരിക്കും? -8 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. അതായത് 2x plus 3y minus 8 equal to 0. അതായിരിക്കും ഈ ലൈനിന്റെ ഇക്വേഷൻ. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 2x plus 3y minus 8 equal to 0. ഇതാണ് നമ്മുടെ ഏതിന്റെ ഇക്വേഷൻ? ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ നമുക്കൊരു ലൈന് തന്നിട്ടുണ്ട്, L1 എന്ന് പറഞ്ഞിട്ട് ലൈൻ തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതാണ് പറയുന്നത്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ലൈന് പാരലൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സും വൈ ഒക്കെ കോഎഫിഷ്യൻസ് ഒക്കെ സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് മാത്രം ചേഞ്ച് ആവുന്ന പറഞ്ഞത്. ഇവിടെ എന്തായിരിക്കും എന്ന് വെച്ചാല് എക്സിന്റെ കോഎഫിഷ്യന്റ് വൈയും വൈന്റെ കോഎഫിഷ്യന്റ് എക്സ് എടുക്കും. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ആരാ? എ ആണ് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യും? അത് വൈ എടുക്കും. വൈന്റെ കോഎഫിഷ്യന്റ് ആരാ? ബി ആണ്. അത് ആരെടുക്കും? എക്സ് എടുക്കും. അപ്പൊ എക്സിന്റെ കൂടെ ആര് വന്നിരിക്കും? വൈന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ബി വന്നിരിക്കും. ഇനി വൈന്റെ കൂടെ ആര് വന്നിരിക്കും? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എ വന്നിരിക്കും. ഇനി ഇവരുടെ ഇടയിലുള്ള സൈന് മാറും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ എന്താവും? പ്ലസ് ആവും. ഇനി കോൺസ്റ്റന്റ് മാറും. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അവരുടെ ഇടയിലുള്ള സൈന് മാറി, ഒപ്പം തന്നെ കോൺസ്റ്റന്റും മാറി. അപ്പൊ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് വെച്ചെങ്കിൽ എന്താണ്? താഴെ തന്നിരിക്കുന്നു നോക്കിയേ. ഇന്റർചേഞ്ച് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യൻസ് ഇന്റർചേഞ്ച് ചെയ്തു. ചേഞ്ച് ദ സൈൻ ഓഫ് വൺ ഓഫ് ദം. അതിന്റെ സൈന് മാറി. ചേഞ്ച് ദ കോൺസ്റ്റന്റ് ടേം ടു എ ന്യൂ കോൺസ്റ്റന്റ് കെ. അതിന്റെ കോൺസ്റ്റന്റ് എന്തായി മാറി? ന്യൂ കോൺസ്റ്റന്റ് ആയിട്ട് മാറി. എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇവിടെ ഒരു ലൈൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 1, 2 ആൻഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 2x plus 3y plus 6 equal to 0. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ലൈൻ ഉണ്ട്. L1 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. അതിന്റെ ഇക്വേഷൻ ആണ് 2x plus 3y plus 6 equal to 0. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ അടുത്തൊരു ലൈൻ വരയ്ക്കണം. അതാണ് L2. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു L2. അതിന്റെ ഇക്വേഷൻ അപ്പൊ എന്താവും എന്നാ ഞാൻ പറഞ്ഞത്? എക്സിന്റെയും വൈന്റെയും കോൺസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, കോഎഫിഷ്യൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ എക്സിന്റെ കൂടെ ആര് വന്നിരിക്കും? വൈന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 3 വന്നിരിക്കും. അതേപോലെ വൈന്റെ കൂടെ ആര് വന്നിരിക്കും? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 2 വന്നിരിക്കും. ഇവരെ ഇടയിലുള്ള സൈന് മാറും. പ്ലസ് 6ന് പകരം എന്താവും? വേറൊരു കോൺസ്റ്റന്റ് വരും. ഇതായിരിക്കും ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി കെന്റെ വാല്യൂ കാണാം. നമ്മുടെ ഇക്വേഷൻ എന്താ? 3x minus 2y plus k equal to 0 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് x equal to 1 ഉം y equal to എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് ചെയ്യുക? 1 കൊടുക്കുക, വൈക്ക് എന്ത് ചെയ്യുക? 2 കൊടുക്കുക, പ്ലസ് k ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 3 minus 4 plus k equal to 0.
-1 plus k equal to 0. k എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഇക്വേഷൻ എന്തായി മാറും? 3x minus 2y plus 1 equal to 0. അപ്പൊ 2x plus 3y plus 6 equal to 0ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് 3x minus 2y plus 1 equal to 0. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ഫൈനൽ ടോപ്പിക് ആണ്, അതായത് ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. രണ്ട് ലൈൻസ് കൂടെ എന്ത് ചെയ്യാണ്? രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാണ്. രണ്ട് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നത് വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യാണ്. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെ കുറേ ലൈൻസ് പാസ് ചെയ്യും അല്ലെ? ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസിലൂടെ എന്ത് ചെയ്യും? കുറേ ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. മിഡ് പോയിന്റ് കൂടെ ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യും. ഒരു ഫാമിലി ഓഫ് ലൈൻസ് തന്നെ ഉണ്ടാവും. ഈ ഫാമിലി ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ ചെയ്യാം. Find the equation of the line passing through the point of intersection of the line x plus y plus 1 equal to 0, 2x minus y plus 7 equal to 0 and containing the point 1, 2. അതായത് നമുക്ക് രണ്ട് ലൈൻസ് ഉണ്ട്. x plus y plus 1 equal to 0 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. 2x minus y plus 7 equal to 0 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. ഈ രണ്ട് ലൈനും കൂടി കൂട്ടിമുട്ടിയപ്പോൾ ആ ഇന്റർസെക്ഷനിലൂടെ കുറേ ലൈൻസ് പാസ് ചെയ്തതിന്റെയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇവിടെ നമുക്ക് 1, 2 എന്നും തന്നിട്ടുണ്ട്. അതായത് ഒരു ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? x plus y plus 1 equal to 0 എന്നും രണ്ടാമത്തെ ഇക്വേഷൻ എന്താ തന്നിട്ടുള്ളത്? 2x minus y plus 7 equal to 0 എന്നും തന്നിട്ടുണ്ട്. 2x minus y plus 7 equal to 0 എന്നും തന്നിട്ടുണ്ട്. അതേപോലെ പോയിന്റ്സ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1, 2 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫാമിലി ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് 1 എഴുതാം. പ്ലസ് ഒരു കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് ഞാൻ ലാംഡ ആയിട്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. ഇതാണ് ആ ഫാമിലി ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻ വരും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ലാംഡാന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ലാംഡാന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഈ 1ഉം 2ഉം തന്നിട്ടുള്ളത്. എക്സിനും വൈനും 1ഉം 2ഉം കൊടുത്താൽ ലാംഡാന്റെ വാല്യൂ കിട്ടും. നോക്കിയാലോ? എക്സിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 1, വൈന് 2 പ്ലസ് 1 പ്ലസ് ലാംഡ അവിടെ നിന്നു 2 into 1 minus 2 plus 7 equal to 0. 1 plus 2 plus 1 എന്ന് പറയുമ്പോൾ 4 plus ലാംഡ 2 into 1 എന്ന് പറയുമ്പോൾ 2 minus 2 0 plus 7. അപ്പൊ എന്ത് കിട്ടി? 7 equal to 0. അതായത് 4 plus 7 ലാംഡ equal to 0 കിട്ടി. 7 ലാംഡ എന്ന് പറയുന്നത് എന്താണ്? -4 ആണ്. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? -4/7 ആണ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? -4/7 ആണ്. അപ്പൊ ലാംഡയുടെ ഇക്വേഷൻ കിട്ടി, ലാംഡാന്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ 1ൽ എന്ത് ചെയ്യുക? ലാംഡയ്ക്ക് വാല്യൂ എടുക്കാം. എന്താവും? എക്സ് പ്ലസ് വൈ പ്ലസ് 1 പ്ലസ് -4/7 into 2x minus y plus 7 equal to 0. ഇനി നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് 1 പ്ലസ് -4 into 2x വരുമ്പോ എന്ത് വരും? -8x/7. -4/7ഉം മൈനസ് വൈയും എന്തായി? പ്ലസ് ആയി. അപ്പൊ എന്തായി? -4y/7. -4ഉം +7ഉം കൂടിയിട്ട് എന്തായി? -28/7 equal to 0. ഇവിടെ ഒക്കെ ഒരു 7 ഉണ്ട്, ഇവിടെ 7 ഇല്ലേനു. അപ്പൊ ഈ 7 കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വോൾ ഇക്വേഷൻ നമുക്ക് 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോ എന്ത് കൊടുക്കാം? എന്ത് ചെയ്യാം? മൊത്തം ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുക? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 7x plus 7y plus 1 minus 8x. 7 into 8x/7. ആ 7 ക്യാൻസൽ ആയി പോയപ്പോ എന്തായി? -8x plus 4y into 7/7 വരുമ്പോൾ എന്ത് വരും? 7 ക്യാൻസൽ ആയി പോയി, ബാക്കി 4y minus 28/7 into 7. 7 ക്യാൻസൽ ആയി, -28 equal to 0 y ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എക്സിന്റെ കോഎഫിഷ്യന്റിനെ വൈന്റെ കോഎഫിഷ്യന്റിനെ ഒക്കെ നമുക്ക് മൈനസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. 7x minus 8x എന്താണ്? -x ആണ്. 7y plus 4y എന്താണ്? +11y ആണ്. +1 -28. +1 അല്ല, +7. ഇവിടെ 7 ആണ്. 7 ചെയ്യുമ്പോൾ +7 -28 എന്ത് വരും? -21 equal to 0 ആണ്. ഇത് ഫസ്റ്റ് നമുക്ക് മൈനസ് വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം? ഹോൾ ഇക്വേഷൻ നമ്മൾ നെഗറ്റീവുമായി ഡിവൈഡ് ചെയ്യാം. ചെയ്യുന്നത് കിട്ടും? എക്സ്
പോസിറ്റീവുകളൊക്കെ നെഗറ്റീവ് ആണ്, നെഗറ്റീവുകളൊക്കെ പോസിറ്റീവ്. അപ്പൊ -x പോസിറ്റീവ് x ആയി, പ്ലസ് എന്തായി -11 -21 എന്താവും +21 ഈക്വൽ ടു 0. ഇതാണ് ഈ രണ്ട് ലൈൻസ് കടന്നു പോകുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ കടക്കുന്ന ഫാമിലി ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താ നമ്മൾ ചെയ്തത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ നമ്മൾ എക്സിനും വൈനും വാല്യൂസ് കൊടുത്ത് ലാംഡയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ലാംഡന്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് അതിനെ ചെറുതാക്കി ഒരു കുഞ്ഞ് ഇക്വേഷൻ ആക്കി മാറ്റി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അപ്പൊ ഒന്നുകൂടി പറയാം. നമ്മുടെ ചാപ്റ്ററിൽ എന്തൊക്കെയാ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി പറയാം. എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു സ്ട്രെയിറ്റ് ലൈനിന് പാരലലായിട്ടും പെർപെൻഡിക്കുലർ, ഒരു ആക്സിസിന് പാരലലായിട്ടും പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവർ ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. പാരലലായിട്ട് y ആക്സിസിന് പാരലൽ ആണെങ്കിൽ x ഈക്വൽ ടു a, x ആക്സിസിന് പാരലൽ ആണെങ്കിൽ y ഈക്വൽ ടു b. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ y ആക്സിസിന് ആണെങ്കിൽ y ഈക്വൽ ടു b, x ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ x ഈക്വൽ ടു a. പിന്നെ നമ്മൾ 5 സ്റ്റാൻഡേർഡ് ഫോംസ് ആണ് പറഞ്ഞത്. അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, പെർപെൻഡിക്കുലർ ഫോം. ഇതിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു mx പ്ലസ് c ആണ്. പോയിന്റ് സ്ലോപ്പ് ഫോം ആണെങ്കിൽ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ്. 2 പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 ആണ്. ഇന്റർസെപ്റ്റ് ഫോം ആണെങ്കിൽ x ബൈ a പ്ലസ് y ബൈ b ഈക്വൽ ടു 1 ആണ്. ഇനി പെർപെൻഡിക്കുലർ ഫോം ആണെങ്കിൽ x കോസ് ആൽഫ പ്ലസ് y സൈൻ ആൽഫ ഈക്വൽ ടു p ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? പിന്നെ നമ്മൾ കൺവേർഷൻ ആണ് പറഞ്ഞത്. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കാം, ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കാം, പെർപെൻഡിക്കുലർ ഫോമിലേക്ക് ആക്കാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു ലൈനും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ആണ് തരാ, ഒരു പോയിന്റ് x1 y1 തരും. അത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കാണാം എന്നുള്ളതാണ് പറയുന്നത്. മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഒരു സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അതിലെ എക്സിന്റെ വൈന്റെ കോഎഫിഷ്യന്റ് മാറില്ല, കോൺസ്റ്റന്റ് മാത്രം എന്താവും മാറും. അതാണ് പാരലൽ. പെർപെൻഡിക്കുലർ ആണെങ്കിലോ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റ് എന്താവും ഇന്റർചേഞ്ച് ചെയ്യും. കൂടാതെ അവരുടെ ഇടയിലുള്ള സൈന് മാറും, കൂടാണ്ട് കോൺസ്റ്റന്റും മാറും. പിന്നെ നമ്മൾ ഫാമിലി ഓഫ് ലൈൻസ് ആണ് പറഞ്ഞത്. ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫാമിലി ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. അതായത് 2 പോയിന്റ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസിന്റെ ഇക്വേഷൻ. 2 ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ 2 ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ എഴുതാം പ്ലസ് ഒരു കോൺസ്റ്റന്റ്, അതിനെ നമ്മൾ ലാംഡ ആയിട്ട് എടുത്തു, ഇൻറ്റു അടുത്ത ഇക്വേഷൻ എഴുതാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് തന്നിരിക്കുന്ന എക്സ് വൈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലാംഡയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് അത് റെഡ്യൂസ് ചെയ്ത് കൊടുത്ത് അവസാനം നമുക്ക് ഫൈനലി ഒരു കുഞ്ഞു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ, സ്ട്രെയിറ്റ് ലൈനിന്റെ കുറച്ച് ഇക്വേഷൻസ് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് കാണുക, ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക, നല്ലോണം പഠിക്കുക, എക്സാമ്പിൾസ് ഒക്കെ കുറെ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലോണം മനസ്സിലാവും. അപ്പോൾ താങ്ക് യു.